الله أكبر الله أكبر الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمدًا رسول الله أشهد أن محمدًا رسول الله حي على الصلاة حي على الصلاة حي على الفلاح حي على الفلاح الله أكبر الله أكبر لا إله إلا الله السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك
اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഒരു വിശ്വാസിയെ അവന്റെ ദാസനാകുന്നതിനും ഉന്നത ധാർമ്മിക ഗുണങ്ങൾ സ്വായത്തമാക്കുന്നതിലേക്കും ഒരുപാട് ഉത്ബോധിപ്പിച്ചിട്ടുണ്ട്. എന്തെന്നാൽ അതില്ലാതെ വിശ്വാസിയാണെന്ന് വാദിക്കുന്ന ഒരാൾക്ക് അങ്ങനെ പറയപ്പെടാൻ സാധ്യമല്ല. വിശ്വാസി ഇബാദത്ത് ചെയ്യുന്നവനാണെന്ന് അടയാളപ്പെടുത്തുമ്പോഴും അവൻ വ്യർത്ഥമായ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കേണ്ടതും അനിവാര്യമാണ്. ഒരു വ്യക്തി വിശ്വാസിയായിരിക്കുകയും അവനിൽ നിന്ന് ചീത്ത ഗുണങ്ങൾ ഉണ്ടാവുകയും ചെയ്യുക എന്നത് സാധ്യമല്ല. മനുഷ്യൻ പൊതുവെ ദുസ്വഭാവിയായി തീരുന്നത് അവനിൽ അഹങ്കാരമുണ്ടാവുമ്പോഴാണ്. അതുകൊണ്ട് കാരുണ്യവാനായ ദൈവത്തിന്റെ ദാസരെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നു, അവർ യംശൂന അലൽ അർളി ഹൗന, അതായത് അവർ ഭൂമിയിൽ വളരെ താഴ്മയോടെ നടക്കുന്നവരാണ് എന്ന്. ഏതൊരു വ്യക്തിയിലാണോ താഴ്മയുള്ളത് അവൻ കലഹങ്ങളിൽ നിന്നും ഫസാദുകളിൽ നിന്നും അകലുകയും രഞ്ജിപ്പിനു വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നുവെന്ന് മാത്രമല്ല, മറ്റു ഉന്നത ധാർമ്മിക ഗുണങ്ങളും അവനിൽ ദൃശ്യമാകുന്നു. മാത്രമല്ല, ഉന്നത ധാർമ്മിക ഗുണങ്ങളോടൊപ്പം ദൈവപ്രീതിയും ലക്ഷ്യമിടുമ്പോൾ അവന്റെ തൃപ്തി കരസ്ഥമാക്കുന്നതിന് ഉന്നത ധാർമ്മിക ഗുണങ്ങളോടൊപ്പം അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യേണ്ട കടമ നിർവഹിക്കുന്നതിലേക്ക് ശ്രമിക്കുമ്പോൾ ഈ അവസ്ഥ യഥാർത്ഥ വിശ്വാസിയുടെ അവസ്ഥയായി തീരുന്നതാണ്. എന്നുവെച്ചാൽ യഥാർത്ഥ വിശ്വാസി ഭക്തനും ഭവ്യതയുമുള്ളവനാണ്. ഓരോ മനുഷ്യന്റെയും കഴിവുകൾ വ്യത്യസ്തമാണെന്നത് ശരിയാണ്. ശാരീരികാവസ്ഥ വ്യത്യസ്തമാണ്. ചില അവസ്ഥകൾ താൽക്കാലികമായി തടസ്സം സൃഷ്ടിക്കുന്നവയുമുണ്ട്. അതുകൊണ്ട് എല്ലാ വ്യക്തിയും എല്ലാ സമയത്തും എല്ലാ അവസ്ഥയിലും തങ്ങളുടെ സ്വഭാവ നിലവാരത്തെ ഒരേപോലെ ആക്കി തീർക്കാൻ സാധ്യമല്ല. അതുപോലെ തന്നെ തങ്ങളുടെ ആത്മീയ പുരോഗതിയെ തങ്ങളുടെ ഇബാദത്തുകളുടെയും നമസ്കാരങ്ങളുടെയും നിലവാരത്തെ ഒരു വിശ്വാസിയിൽ നിന്നും പ്രതീക്ഷിക്കുന്ന നിലവാരത്തിലേക്ക് എത്തിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് അള്ളാഹു വിശ്വാസികൾക്ക് അവസ്ഥകൾക്കനുസരിച്ച് സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു ആവശ്യത്തിലധികം ഭാരം മനുഷ്യനുമേൽ ചുമത്തുന്നില്ല. അല്ലെങ്കിൽ മനുഷ്യന്റെ അവസ്ഥയ്ക്കും കഴിവിനും അധികമായ ഭാരവും അവനുമേൽ ചുമത്തുന്നില്ല. ആയതിനാൽ ചില കാര്യങ്ങൾ മനുഷ്യന് അസാധ്യമാണ്, അതുകൊണ്ട് ചെയ്യാൻ സാധ്യമല്ല എന്ന് പറയുന്നത് ചുരുങ്ങിയത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം തെറ്റാണ്. ഇത് ശരിയല്ല. നമസ്കാരത്തെ സംബന്ധിച്ച് അള്ളാഹു വിശ്വാസികളോട് ഇത് നിങ്ങൾക്ക് നിർബന്ധമാണ്, ഇത് നിർവഹിക്കുക എന്ന് പറയുമ്പോഴും അതോടൊപ്പം ഒരുപാട് സൗകര്യങ്ങളും നൽകിയിട്ടുണ്ട്. ഉദാഹരണത്തിന്, എന്തെങ്കിലും കാരണത്താൽ നിന്നുകൊണ്ട് നമസ്കരിക്കാൻ സാധിച്ചില്ലെങ്കിൽ അവൻ ഇരുന്ന് നമസ്കരിക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇരുന്ന് നമസ്കരിക്കാൻ സാധിക്കാത്തവന് വല്ല രോഗമോ ദൗർബല്യമോ കാരണം
അവന് അത് സാധിക്കുന്നില്ലെങ്കിൽ, जो बैठ कर नहीं पढ़ सकता, കാരണം അവൻ ഇരിക്കുക എന്നുള്ളതും ചിലപ്പോൾ ബുദ്ധിമുട്ടായി തീരും, അവനോട് പറഞ്ഞിരിക്കുന്നത് കിടന്നുകൊണ്ട് നമസ്കരിക്കൂ എന്നാണ്. क्योंकि बैठना भी मुश्किल हो जाता है। ഇനി കിടക്കുന്നതിലും ഒരു നിബന്ധനയൊന്നുമില്ല, അതായത് ഇന്ന രീതിയിൽ കിടക്കണമെന്നൊന്നുമില്ല. മനുഷ്യൻ എങ്ങനെയാണോ കിടക്കുന്നത് ആ കിടപ്പിൽ തന്നെ നമസ്കരിക്കാവുന്നതാണ്. खास अंदाज में लेटना है। അവൻ രോഗിയാണ്, അവർ ദുർബലനാണ്. യാത്രയിലോ ചില താൽക്കാലിക സന്ദർഭങ്ങളിലോ ആണെങ്കിൽ കസർ ചെയ്യാനും ജമ്മ് ചെയ്യാനുമാണ് പറഞ്ഞിരിക്കുന്നത്. ആയതിനാൽ ഒരു വ്യക്തിക്കും तो कह दिया कि कसर का തന്റെ ഏതെങ്കിലും നിർബന്ധിത സാഹചര്യത്തിൽ നമസ്കാരം നിർവഹിക്കുക സാധ്യമല്ല എന്ന് പറയാൻ കഴിയില്ല. ये कह ही नहीं सकता। ഇത്തരത്തിലുള്ള ജോലികൾ ചെയ്യുന്നവർ नमाज पढ़ना അവരുടെ വസ്ത്രങ്ങൾ പ്രത്യക്ഷത്തിൽ അഴുക്കുപുരണ്ടതാണെങ്കിലും कि ऐसे लोग അവരോടും കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് काम करते हों, വൃത്തിയുള്ള വസ്ത്രമില്ലെങ്കിൽ നിങ്ങൾ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൽ തന്നെ നമസ്കരിച്ചു കൊള്ളുക എന്നാണ്. പക്ഷെ നമസ്കാരം എന്തായാലും നിർവഹിക്കണം. അതുപോലെ തന്നെ ऐसे भी पहने हुए हैं, വെള്ളമില്ലെങ്കിൽ വുളു ചെയ്യുന്നതിനു പകരം തയമ്മം ചെയ്യാനാണ് കൽപ്പന. पानी नहीं है, ചുരുക്കത്തിൽ നമസ്കരിക്കാൻ തനിക്ക് കഴിയില്ലെന്ന ഒഴുകഴിവ് ബുദ്ധിയുള്ള ഒരുത്തനും വകവെച്ചു കൊടുക്കുകയില്ല. किसी का ये बहाना तस्लीम नहीं സ്വബോധമുള്ളതുവരെ നമസ്കരിക്കുക നിർബന്ധമാണ്. मुमकिन नहीं है। ചില സന്ദർഭങ്ങളിൽ നമുക്ക് നമസ്കരിക്കാൻ പറ്റാറില്ല എന്ന് പറയുന്നത് തികച്ചും തെറ്റായ കാര്യമാണ്. बस नमाज के बारे में ये कहना ഒരുപാട് ആൾക്കാരോട് ചോദിച്ചു നോക്കൂ, हमारे लिए അവർ പലവിധ ഒഴുകഴിവുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത്തരക്കാർ से लोगों से पूछो, ഒഴുകഴിവ് മുഖേന दूसरों के बहाने बनाते रहते हैं। ഈമാനിൽ നിന്ന് അകന്നു പോവുകയാണ് ചെയ്യുന്നത്. ऐसे लोग ऐसे बहाने करके ആയതിനാൽ നാം ഓരോരുത്തരും दूर हट रहे होते ഇതിലേക്ക് ശ്രദ്ധ തിരിക്കേണ്ടതുണ്ട്. അയർലൻഡിൽ इस तरफ പള്ളി ഉദ്ഘാടന വേളയിൽ ഞാൻ हर एक को ഖുതുബ നൽകിയപ്പോൾ जो देनी चाहिए। ഇബാദത്തിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധ ക്ഷണിച്ചപ്പോൾ मस्जिद के खिताब पर അമേരിക്കയിലെ നമ്മുടെ ഒരു മുറബി സാഹിബ് എഴുതി, और इबादत ഒരുപാട് സ്ഥലത്തു നിന്നും കത്തുകൾ വന്നിരുന്നു, എഴുതി ഖുതുബയ്ക്ക് ശേഷം പള്ളികളിൽ ഹാജർ നില വർദ്ധിച്ചിരിക്കുകയാണ്. बताए ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് कि खुतबे के बाद मस्जिदों में പള്ളിയിൽ നമസ്കരിക്കാൻ വരാതിരിക്കുന്നത് അതിന് പറ്റാത്തതുകൊണ്ടോ कि मस्जिद में നിർബന്ധിത സാഹചര്യം കാരണത്താലോ ആയിരുന്നില്ല, इसकी മറിച്ച് അലസത കൊണ്ടായിരുന്നു. की वजह से ഇവരെ ഇതിലേക്ക് ദത്തശ്രദ്ധരാക്കിയപ്പോൾ से नहीं था। അത് സ്വാധീനം ചെലുത്തുകയാണ് ചെയ്തത്. എന്നാൽ ഈ സ്വാധീനം സ്ഥിരമായി നിലനിർത്തേണ്ട ആവശ്യകതയാണുള്ളത്. ഒരു വിശ്വാസിയുടെ ലക്ഷണമാണ് അവൻ ഏതെങ്കിലും കാര്യത്തിലേക്ക് പ്രേരിപ്പിച്ചാൽ അവൻ അത് പ്രയോഗവൽക്കരിക്കുന്നുവെന്നത്. ഖുദാമുൽ അഹമ്മദിയായും ലജനായുമായും പ്രത്യേകിച്ചും യുവാക്കളിൽ നമസ്കാരശീലമുണ്ടാക്കാൻ ശ്രമിക്കേണ്ടതാണ്. और लजना को खास तौर ഈ പ്രായത്തിൽ നല്ല ആരോഗ്യമായിരിക്കും, ഇബാദത്തിന്റെ കടമ നിറവേറ്റാവുന്നതാണ്. नमाजों की पाबंदी की आदत डालें। ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം में सेहत होती है, നമ്മെ बातों का हक अदा हो। ഇക്കാര്യത്തിലേക്ക് പ്രത്യേകിച്ച് ഉത്ബോധിപ്പിച്ചിട്ടുണ്ട്. मसीह मौद अलैहिस्सलाम ने യുവത്വത്തിലും ആരോഗ്യമുള്ള അവസ്ഥയിലുമുള്ള ഇബാദത്തുകൾ മാത്രമേ അവയുടെ കടമ നിറവേറ്റിക്കൊണ്ട് നിർവഹിക്കാൻ സാധിക്കുകയുള്ളൂ. വാർദ്ധക്യത്തിൽ बातें ही പല ബുദ്ധിമുട്ടുകളും കാരണം अदा की जा सकती വേണ്ടവിധം ആ കടമ നിർവഹിക്കാൻ സാധ്യമല്ല. तो मुख्तलिफ वारिस എന്തായാലും इंसान वो हक अदा नहीं മനുഷ്യൻ ചിന്തിക്കേണ്ടത് जो इबादत का हक അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള നിർബന്ധ കർമ്മങ്ങൾ हाल इंसान को सोचना നമ്മുടെ അവസ്ഥകളുടെ മേൽ നിർബന്ധം ചെലുത്തിയിട്ടാണെങ്കിലും അവ നിർവഹിക്കപ്പെടേണ്ടതാണ്. तो तबीयत पर അപ്പോൾ പിന്നെ ഈ സൗകര്യമുണ്ടായിട്ടും करने पड़े तो അത് നിർവഹിക്കപ്പെടുന്നില്ലെങ്കിൽ അതെത്രമാത്രം ഗൗരവമാണെന്ന് നോക്കുക. അള്ളാഹു कि सहूलतों के ആരോഗ്യം നൽകിയതിനാൽ ये अदा न किए जाएं। അതിനുള്ള നന്ദി സൂചകമായും അവനോടുള്ള കടമകൾ നിർവഹിക്കേണ്ടതാണ്. जब सेहत दी है तो सेहत का शुक्राना भी ഈ കടമകൾ നിർവഹിക്കപ്പെടുന്നത് ഇബാദത്തിലൂടെയാണ്. और ആരോഗ്യാവസ്ഥയുടെ നന്ദി സൂചകമെന്നോണം इबादत से ഇബാദത്തുകൾ അനുഷ്ഠിക്കേണ്ടതുണ്ട്. सेहत का की हालत का शुक्राना നമസ്കാരം നിർവഹിക്കേണ്ട ആവശ്യകതയുണ്ട്. इबादतें ആയതിനാൽ ഇക്കാര്യത്തിലേക്ക് ഒരുപാട് ശ്രദ്ധ കൊടുക്കാൻ നാം ശ്രമിക്കേണ്ടതാണ്. ഇതുകൂടാതെ നമ്മുടെ ഈമാൻ പൂർണ്ണമാവുകയില്ല. बहुत ज्यादा हमें कोशिश ഞാൻ അടുത്ത കാര്യത്തിലേക്ക് വരികയാണ്, അതായത് നല്ല സ്വഭാവ ഗുണങ്ങൾ. हमारा ईमान कामिल नहीं हो सकता। ഉന്നത ഗുണങ്ങൾ സ്വായത്തമാക്കിയിട്ടുള്ളവരുടെ दूसरी बात की तरफ आता ഒരു വലിയ ഗുണം എന്നത് അവരുടെ സത്യം പ്രകടിപ്പിക്കലാണ്. हूं। आला
അവർ സത്യത്തിൽ നിലകൊള്ളുന്നവരാണ്. रखने वालों का ഒരു വിശ്വാസിയുടെ പ്രത്യേകത सच्चाई का इजहार അവനെപ്പോഴും സത്യത്തിൽ നിലകൊള്ളുന്നവനാണ് എന്നതാണ്. रहना है। അവന് കളവിനടുത്തുപോലും പോകാൻ സാധ്യമല്ല. ये खसूसियत है കളവിനെ അങ്ങേയറ്റം വെറുത്താൽ മാത്രമേ ഇത് സാധ്യമാവുകയുള്ളൂ. और झूठ के करीब ही न फटे എന്നാൽ പ്രവർത്തനത്തിൽ നാം ലോകത്ത് കാണുന്നത് എന്താണ്? कि अगर झूठ से इंतहाई नफरत हो വിവിധ സന്ദർഭങ്ങളിൽ കളവിന്റെ സഹായം തേടുന്നു. ചിലർ പറയുന്നു, क्या देखते हैं ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ അബദ്ധത്തിൽ എന്റെ വായിൽ നിന്നും കളവ് വന്നുപോയി. सहारा लिया जाता है। बाज അസൈലത്തിന് വേണ്ടി ഇവിടെ അപേക്ഷകൾ നൽകുമ്പോൾ പറയുന്നു, लेकिन गलती से ഇന്ന കാര്യം എന്റെ വായിൽ നിന്നും അബദ്ധത്തിൽ വന്നു പോയതാണ്, തെറ്റായിപ്പോയി, ഞാനത് ഉദ്ദേശിച്ചതല്ല. तो कह देते हैं എന്നാൽ ശീലമില്ലാതെ കണ്ട് അബദ്ധവശാൽ കളവ് വരില്ല. गलती से निकल गई, എന്തായാലും मेरा इरादा नहीं था। അള്ളാഹു പുറത്തു കൊടുക്കുന്നവനാണ്. आदत ना हो तो गलती താൻ തെറ്റ് ചെയ്തെന്ന് ബോധമുള്ളവർക്ക് അള്ളാഹു മാപ്പ് നൽകുന്നു. बहरहाल अल्लाह ताला तो बख्शने वाला है। എന്നാൽ ഈ സന്ദർഭത്തിൽ उनको गलती का അവർ തങ്ങളുടെ ചെയ്തികളിൽ പശ്ചാത്തപിക്കേണ്ടതും इस सूरत में അനിവാര്യമാണ്. उन्हें अपने इस अमल पर ഒരു വ്യക്തി കളവ് പറയുകയും मजामत करना भी जरूरी है। അതിൽ ലജ്ജിക്കാതിരിക്കുകയും लेकिन अगर कोई शख्स झूठ बोले और फिर അവന്റെ കളവ് മുഖേന ആർക്കെങ്കിലും വല്ല നഷ്ടവും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നികത്താൻ ശ്രമിക്കാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ, തന്റെ കളവിൽ ഉറച്ചു നിന്നുകൊണ്ട് അത് ശരിയാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ കളവ് പറയാതെ കണ്ട് ഒരു നിവൃത്തിയുമില്ല എന്ന് പറയുകയാണെങ്കിൽ, सच साबित करने को ആ വ്യക്തി ഈമാനിൽ നിലനിൽക്കുന്നവനോ ये कहे സൽഗുണങ്ങളുള്ള ആളാണെന്നോ പറയാൻ സാധിക്കില്ല. തീർച്ചയായും അങ്ങനെയുള്ള വ്യക്തി മനസ്സിലാക്കേണ്ടത് അവൻ ശരിയായ മാർഗത്തിലല്ല എന്നാണ്. ധാർമ്മിക ഗുണങ്ങളെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നു, यकीनन ऐसे शख्स को समझ लेना चाहिए വഖൂലു ലിന്നാസി ഹുസ്ന, सही रास्ते पर नहीं है। അതായത് ജനങ്ങളോട് മൃദുവായും आपके बारे में നല്ല രീതിയിലും അവർ വർത്തിക്കുന്നു. നിങ്ങൾ വരുവിൻ, നല്ല രീതിയിൽ അവരോട് പെരുമാറുവിൻ. പൊതുവായി മനുഷ്യൻ മറ്റുള്ളവരോട് तरीक से മോശമായി പെരുമാറാറില്ല. उनसे अच्छे तरीके से बात ചില ആൾക്കാരുടെ സ്വഭാവത്തിൽ ഒരുതരം വക്രത കാണാമെങ്കിലും എല്ലായ്പ്പോഴും से बात नहीं करता അത് അവർ പ്രകടിപ്പിക്കാറില്ല. कि बाज तबाहे में ജനങ്ങളോട് और अकड़पन होता മൃദുവായും സന്തോഷത്തോടെയും പെരുമാറണമെന്ന് അള്ളാഹു പറയുമ്പോൾ नहीं करते। ഇത്തരത്തിൽ സ്വഭാവദൂഷ്യമുള്ളവരിൽ മൃദുലത കൊണ്ടുവരാനാണ് പറഞ്ഞിരിക്കുന്നത്. बात से पेश करो, आओ उनसे बात करो। तो ऐसे ही लोगों को कहता है മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന വിധത്തിലുള്ള ഒരു പ്രവൃത്തിയും നിങ്ങളിൽ നിന്നുണ്ടാകാൻ പാടില്ല. और कभी भी तुम्हारे से ऐसी बात ചെറിയ ചെറിയ കാര്യങ്ങളിൽ കോപകുലരാവരുത്. पहुंचाने वाली എന്നാൽ ചില മനുഷ്യർ തങ്ങളുടെ സ്വഭാവം കാരണത്താൽ, ഞാൻ പറഞ്ഞതുപോലെ न हो जाया करो। അത്തരം സ്വഭാവക്കാരുമുണ്ട്, लेकिन बाद അവർ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നു. അത്തരം ആൾക്കാർ കഠിനമായ വാക്കുകൾ പറഞ്ഞതിനു ശേഷവും यकदम भड़क भी जाता തങ്ങളുടെ കാഠിന്യത്തിൽ ദുഃഖിക്കുകയും है। ऐसे लोग ഏതെങ്കിലും വിധത്തിൽ മറ്റുള്ളവർക്ക് ബാധിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയോ और जो जज्बाती या किसी भी किस्म की तकलीफ जो उनसे दूर തോബായും ഇസ്തിഗ്ഫാറും ചെയ്യുകയുമാണെങ്കിൽ അള്ളാഹു പറയുന്നു, തോബയുടെ കവാടം തുറന്നിട്ടിരിക്കുകയാണ് എന്ന്. അവരുടെ തോബ സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്നു. है कि मैंने तौबा का दरवाजा എന്നാൽ അള്ളാഹുവിന്റെ ഈ കൽപ്പനയിൽ ശ്രദ്ധ കൊടുക്കാത്തവർ, और इनकी तौबा വെറുതെ कबूल भी हो जाती है। കാഠിന്യം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർ, तवज्जो न देने वाले, ഒരു തരത്തിലുള്ള പശ്ചാത്താപവും പ്രകടിപ്പിക്കാത്തവർ, तशद्दुद और सख्ती करते चले जाने वाले അവരാണ് और किसी किस्म की भी नदामत സ്വഭാവ നിലവാരത്തിൽ നിന്നും താഴ്ന്നു പോകുന്നതും करने वाले അള്ളാഹുവിന്റെ കൽപ്പനകളെ നിഷേധിച്ചുകൊണ്ട് जो പാപികളായി മാറുന്നവരും. अखलाक से गिर रहे हैं, बल्कि अल्लाह ताला के ഇത്തരം ആളുകളുടെ ഇബാദത്തും അവർക്ക് ഒരു പ്രയോജനവും നൽകുന്നതല്ല. ആയതിനാൽ അള്ളാഹു പാപപ്രതിയുടെ പ്രതീക്ഷ നൽകുന്നത് ये बातें भी उनकी किसी ഒരു പ്രത്യേക ആവശ്യത്താലോ കോപത്താലോ
എന്തെങ്കിലും ചെയ്തു പോവുകയും ऐसे लोगों को अपनी मकसद എന്നാൽ അത് ബോധ്യമാകുമ്പോൾ അതിൽ പശ്ചാത്തപിക്കുകയും ചെയ്യുന്നവർക്കാണ്, या ലജ്ജിക്കുന്നവർക്കാണ്, അത് തിരുത്താൻ ശ്രമിക്കുന്നവർക്കാണ്. लेकिन बाद में हो എന്നാൽ ആരാണ് പശ്ചാത്തപിക്കാത്തത്? इस फेल पर नादिम ബോധം വന്നിട്ടും ഒരു തരത്തിലുള്ള ദുഃഖമോ ഖേദമോ പ്രകടിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്നത് അവർക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ ഒരു കാരണവും ബോധിപ്പിക്കാനാവില്ല. ആയതിനാൽ दामत നമുക്കൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. പല പ്രശ്നങ്ങളും എന്റെ മുമ്പിൽ വരാറുണ്ട്. ഭാര്യാഭർത്തൃ പ്രശ്നങ്ങൾ, വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. ജനങ്ങൾ എത്രമാത്രം കോപകുലരാകുന്നു എന്ന് വെച്ചാൽ എന്താണ് പറയുന്നത്, എന്താണ് ചെയ്യുന്നത് എന്നുപോലും നോക്കുന്നില്ല. कि ऐसे मखलूक സ്ത്രീകളെയും വൈകാരികമായി പ്രകോപിപ്പിക്കുന്നു, അവരെ അടിക്കാനോകുന്നു. क्या कह रहे हैं, അതുപോലെ മറ്റു പല കാര്യങ്ങളുമുണ്ട്. പരസ്പരം തെറ്റായ കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രവണതകളാണിവ. हाथ भी उठाते हैं, ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പോലും തുനിയാതെ मामलात हैं आपस में ഇസ്ലാമിക് കമ്മിറ്റിയോ അല്ലെങ്കിൽ കവായോ ഇതിനായി ശ്രമിക്കേണ്ടതാണ്. ये समझने की कोशिश भी नहीं അവർ തങ്ങളുടെ പ്രവൃത്തികളിൽ കടിച്ചു തൂങ്ങി നിൽക്കുകയാണ് ചെയ്യുന്നത്. ഏതെങ്കിലും വിഭാഗത്തിനെ कोशिश करे, പിന്നെ ശിക്ഷിച്ചു കഴിഞ്ഞാലാണ് अपनी बात पर അവർക്ക് ബോധം വെക്കുന്നത്. रहते हैं, പിന്നെ അവർ മാപ്പിനായി എഴുതുന്നു. हो जाए അവർ ചെയ്ത അതിക്രമങ്ങൾ ഒഴിവാക്കാൻ അവർ ശ്രമിക്കുന്നു. थोड़ी सी, फिर माफी के लिए भी लिखते हैं और फिर उसका मुदावा करने की भी कोशिश करते हैं। അത്തരം ആൾക്കാർ ശിക്ഷയ്ക്ക് ശേഷം മാപ്പ് കരസ്ഥമാക്കിക്കൊണ്ട് തങ്ങളുടെ പര്യവസാനം സുരക്ഷിതമാക്കുന്നു എന്നത് ശരിയാണ്. എന്നാൽ ശിക്ഷയുടെ കളങ്കം അവരുടെ മേൽ പറ്റുന്നു. माफी लेकर अपने अंजाम को बचा लेते हैं, ഞാനെന്ന ഭാവം അവർക്കുണ്ടായിരുന്നില്ലെങ്കിൽ का दाग तो उन पर लग जाता है, ആദ്യമേ തന്നെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി പരിഹരിക്കാവുന്നതാണ്. कर में ना पड़ते ആയതിനാൽ पहले से ही फामो तफीम से मामला അത്തരക്കാർ തങ്ങളുടെ ഈമാനെ സംരക്ഷിക്കേണ്ടതിലേക്ക് ശ്രദ്ധിക്കേണ്ടതാണ്. ചിലരുണ്ട്, അവർ ഒരു തരത്തിലും അംഗീകരിക്കാൻ തയ്യാറില്ലാത്തവരാണ്. അവർ പൂർണ്ണമായും അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. ലോകവും അതിലെ പ്രയോജനങ്ങളുമെല്ലാം किसी भी सूरत में नहीं मानते, അതിലെ സൗകര്യങ്ങളുമെല്ലാം നശ്വരമാണ്. തങ്ങളുടെ പര്യവസാനത്തെക്കുറിച്ച് നാം ചിന്തിച്ചു കൊണ്ടിരിക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ നമുക്ക് എങ്ങനെ പ്രാപിക്കാനാവുമെന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. अंजाम की हमें फिक्र करनी चाहिए। നാം നമ്മുടെ अल्लाह ताला के ധാർമ്മിക ഗുണനിലവാരത്തെ ഉയർത്തേണ്ടതുണ്ട് എന്ന് ഞാൻ ജമാഅത്തിനെ പലപ്പോഴും ഉത്ബോധിപ്പിക്കാറുണ്ട്. जमात को मैं ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് कहता हूँ തന്റെ ഈഗോയുടെ കെണിയിൽ कि हमें अपने अखलाक അകപ്പെടരുത്. बुलंद करने चाहिए, ജമാഅത്തിന്റെ ഓരോ വ്യക്തിയും पर ധാർമ്മികതയുടെയും गाँव के जाल में മാനവികതയുടെയും चाहिए। जमात की हर മാനദണ്ഡമായി തീരാൻ ശ്രമിക്കേണ്ടതാണ്. करनी चाहिए ചില സന്ദർഭങ്ങളിൽ कि वो നാം നമ്മുടെ വികാരപ്രകടനം നടത്താറുമുണ്ട്. ദേഷ്യം വന്നു പോകാറുമുണ്ട്. അത് മനുഷ്യന്റെ സ്വഭാവമാണ്. എന്നാൽ बाज़ ഒരു വിശ്വാസിക്ക് इजहार भी कर देते हैं। അള്ളാഹു ചില കൽപ്പനകളും നൽകിയിട്ടുണ്ട്. ये इंसानी तबीयत है। നാം നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കേണ്ടത് एक मोमिन അനിവാര്യമാണ്. അള്ളാഹുവിന്റെ ഇഷ്ടത്തിനനുസൃതമായി വികാരങ്ങളെ പ്രകടിപ്പിക്കേണ്ടതാണ്. हमें चाहिए कि अपने जज्बात को काबू ഞാൻ ഭാര്യാഭർത്താക്കന്മാരുടെ ഉദാഹരണം പറഞ്ഞിരുന്നു. की मंशा के मतहत നോക്കുക, में खर्च करें। നിക്കാഹ് ഖുതുബയിൽ ഓതപ്പെടുന്ന ആയത്തുകളിൽ എപ്രകാരമാണ് അള്ളാഹു मामलात की मिसाल दी है തഖ്വയെ മുൻനിർത്തിക്കൊണ്ട് तो देखें വിവിധ കൽപ്പനകൾ നൽകിയിരിക്കുന്നത്. निकाह में पढ़ी जाने वाली आयात ഭാര്യയ്ക്കും ഭർത്താവിനും രണ്ടുപേർക്കും ഇതനുസരിച്ച് പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ്. എന്നാൽ അധിക പേരും ഈ കാര്യങ്ങൾ മുന്നിൽ വെക്കാറില്ല. जिन पर അവർ വിചാരിക്കുന്നത് നിക്കാഹ് കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞു, അതോടെ എല്ലാം ആയി എന്നാണ്. लेकिन अक्सर लोग തങ്ങളുടെ കാര്യങ്ങളിൽ വാശി പിടിക്കുന്നവർ എന്നല്ല അതിൽ അഭിമാനം കൊള്ളുന്നവർ, बस जो लोग അവർ ഇക്കാര്യങ്ങൾ മുന്നിൽ വെക്കുന്നത് പോയിട്ട് पर अड़े रहते हैं, പ്രശ്നമുണ്ടായാൽ പോലും അവർ വാശി പിടിച്ചുകൊണ്ടിരിക്കുന്നു. एक तरफ रहा തനിക്കാരത് ഉറച്ചു നിന്നല്ലോ എന്ന് ഊറ്റം കൊള്ളുകയും ചെയ്യുന്നു. നാം ഇന്ന ആളെ എങ്ങനെയാണ് അപമാനത്തിലാക്കിയത് എന്ന് സന്തോഷിക്കുന്നു. अपनी बात पर कायम रहे, തങ്ങളുടെ വികാരങ്ങളാണ് ശരിയെന്നും मां को किस तरह नीचा दिखा दिया, മറ്റുള്ളവരുടെ വികാരങ്ങളെ ഗൗനിക്കാതിരിക്കുകയും ചെയ്യുന്നു. इस बात को सही से सही सही ഞങ്ങൾ ചെയ്തതാണ് ശരി എന്ന് പറയുകയും ചെയ്യുന്നു. दूसरे के जज्बात की परवाह नहीं करते കാരണം हैं, हमने जो कुछ किया वो सही। അവരുടെ കാഴ്ചപ്പാടിൽ
മറ്റവനുള്ള ചികിത്സ എന്ന് പറയുന്നത് ഇവർ ചിന്തിച്ചതും ചെയ്തതുമൊക്കെയാണത്രേ. उनके ख्याल में അവരുടെ പക്കൽ दूसरे शख्स ഇതല്ലാതെ മറ്റൊരു മാർഗവും ഉണ്ടായിരുന്നില്ല. उन्होंने सोचा और जो उन्होंने किया, ഇത്തരം ആൾക്കാരുടെ കാര്യങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ इसके अलावा उनके नजदीक അവർ വിശ്വസിക്കുന്ന മതം തന്നെ കളവാണ് എന്നർത്ഥമാക്കപ്പെടുന്നതാണ്. ऐसे लोगों की बात मान ली जाए കാരണം മതം പറയുന്നതൊന്നും ഇവർ പറയുന്നത് മറ്റൊന്നുമാണ്. कि वो मजहब जिसे മതത്തിലെ ഇന്ന കാര്യം പ്രയോഗവൽക്കരിക്കാൻ തങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് തീർച്ചയായും അവർ പറഞ്ഞോട്ടെ. कह रहे हैं, ये बेशक वो कह सकते हैं, എന്നാൽ ഈ കൽപ്പനയെ ധിക്കരിച്ചുകൊണ്ടല്ലാതെ इस पर हमारे से अमल मुश्किल है। लेकिन ये कहना कि इस हुक्म ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അവർക്ക് ചെയ്യാതെ നിവർത്തിയില്ല എന്ന് പറയുന്നത് മതത്തെ കളവാക്കലാണ്. नहीं हो सकता था, അള്ളാഹു പറയുന്നു, കോപം അടക്കുക, कहने वाली बात നല്ല രീതിയിൽ പെരുമാറുക, തങ്ങളുടെ തെറ്റുകളിൽ വാശി പിടിച്ചു നിൽക്കരുത്, സൃഷ്ടികളുടെ കടമകൾ നിർവഹിക്കാൻ ശ്രമിക്കുക എന്നൊക്കെ. अपने അത് മസീഹ് സ്വലാത്തു വസ്സലാം ഇത്ര പോലും പറയുകയുണ്ടായി. അതായത് സൃഷ്ടികളുടെ കടമകൾ ആരാണോ നിർവഹിക്കാത്തത്, അള്ളാഹു കൽപ്പിച്ച പ്രകാരം നല്ല സ്വഭാവ ഗുണങ്ങൾ കാണിക്കാത്തത്, ഏതൊരാളാണോ ഒരു വിശ്വാസി അലംബിക്കേണ്ട ഇത്തരം സ്വഭാവ ഗുണങ്ങളെ സ്വായത്തമാക്കാത്തത്, नमूना नहीं दिखाता, അത്തരക്കാർ അള്ളാഹുവിനോടുള്ള കടമകളും നിർവഹിക്കാത്തവരാണ്. जिनका अपनाना അവരുടെ നമസ്കാരങ്ങളും ഇബാദത്തുകളും വെറും കാണിക്കാൻ വേണ്ടി മാത്രമുള്ളവയാണ്. उनकी नमाजें और इबादतें भी सिर्फ दिखावे की हैं, എന്തെന്നാൽ क्योंकि उन्होंने ഒരു വിശ്വാസിക്കുണ്ടായിരിക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെ അവരിൽ യാതൊരു മാറ്റവും സംജാതമാക്കിയിട്ടില്ല. बातों ने ദൈവസാമീപ്യം കരഗതമാവേണ്ട ആ വിനയം അവരിൽ ഉടലെടുത്തിട്ടില്ല. കോപാവസ്ഥയിലായിരിക്കുമ്പോൾ उनमें वो आजी नहीं आई। മനുഷ്യൻ തന്റെ വീഡിയോ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ വീഡിയോ എടുക്കുക എല്ലായിടത്തും എളുപ്പമാണല്ലോ. अगर गुस्से की हालत में ബുദ്ധിയുള്ള ഒരുവന് इंसान अपनी അവന് സ്വബോധം വരുമ്പോൾ आजकल तो वीडियो को തന്റെ അവസ്ഥ കണ്ട് അവൻ ലജ്ജിച്ചു പോകുന്നതാണ്. तो एक अकलमंद ഇത് സംബന്ധിച്ച് ഹദരത്ത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഉപദേശങ്ങൾ ഞാൻ വിവരിക്കാം. हज़रत मसीह मौला इस्लाम കോപകുലരാവുന്നവരുടെ അവസ്ഥ എന്തെന്ന് ഹുസൂർ വിവരിക്കുന്നുണ്ട്. അവരുടെ തലച്ചോറ് पेश करता हूँ, യുക്തിയും ബോധവും കൊണ്ട് ശൂന്യമായിരിക്കുന്നതാണ്. ചിലപ്പോൾ ഒരുതരം ഭ്രാന്തിന്റെ അവസ്ഥ വരെ വന്നു ചേരുന്നു. खाली हो जाते हैं। बाज़ दफा കോപാവേശം കൂടിയാൽ ബുദ്ധി നശിക്കും എന്ന് പറഞ്ഞുകൊണ്ട് സഹനത്തിലേക്ക് ശ്രദ്ധ തിരിക്കുകയാണ്. കാരണം സഹനം മൂലം जोश और गुस्सा जो ബുദ്ധിയും ചിന്താശക്തിയും വർദ്ധിക്കുന്നതാണ്. तो अकल मारी जाती है। इसलिए सब्र की तरफ तवज्जो दिलाई, അങ്ങ് പറയുന്നു, ഓർമ്മിച്ചുകൊള്ളുക, क्योंकि इससे ബുദ്ധിയും കോപാവേശവും തമ്മിൽ ഭയങ്കരമായ ശത്രുതയാണുള്ളത്. കോപാവേശമുണ്ടാകുമ്പോൾ ബുദ്ധി നിലനിൽക്കില്ല. कि याद रख എന്നാൽ സഹനം കൈക്കൊള്ളുന്നവൻ, खतरनाक दुश्मन വിട്ടുവീഴ്ചയുടെ മാതൃക കാണിക്കുന്നവൻ, गुस्सा आता അവനൊരു വെളിച്ചം നൽകപ്പെടുന്നതാണ്. नहीं, അതുമൂലം लेकिन അവന്റെ ബുദ്ധിശക്തിയിലും ചിന്താശക്തിയിലും दुबारी का नमूना ഒരു നവദീപ്തി സംജാതമാകുന്നു. नूर दिया जाए। പിന്നെ വെളിച്ചത്തിൽ നിന്നും വെളിച്ചമുണ്ടാകുന്നു. കോപാവശ്യത്തിൽ ഹൃദയവും ബുദ്ധിയും അന്ധകാര നിബിഡമാകുമ്പോൾ ഇരുട്ടിൽ നിന്നും ഇരുട്ടാണുണ്ടാവുക. जोश की हालत में, क्योंकि दिल ശേഷം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ठीक होते हैं, ദേഷ്യപ്പെടുന്നവരെ പറ്റി പറയുന്നു, അവരുടെ ഹൃദയം വിവേകമില്ലാത്തതായി ഭവിക്കുന്നു. പറയുന്നു, ഓർമ്മിച്ചുകൊള്ളുക, കാഠിന്യം കാണിക്കുന്ന വ്യക്തി, കോപകുലനാകുന്ന വ്യക്തി, അവന്റെ നാവിൽ നിന്നും ദിവ്യജ്ഞാനവും തത്വജ്ഞാനവും ഒരിക്കലും നിർഗളിക്കുന്നതല്ല. जो शख्स सख्ती कर ആ ഹൃദയം തത്വജ്ഞാനത്തിൽ നിന്നും അകറ്റപ്പെടുന്നതാണ്. उसकी जुबान से मारफ और हिकमत ഏതൊരുവൻ हरगिज नहीं निकल തന്റെ എതിരാളിയോട് ദേഷ്യപ്പെട്ടുകൊണ്ട് പൊട്ടിത്തെറിക്കുന്നുവോ, किया जाता है। ചീത്ത ഭാഷണം ചെയ്യുന്ന, പുലഭ്യം പറയുന്ന ആ ചുണ്ടുകൾ जल्दी तैश में आकर आपे से बाहर हो जाता സൂക്ഷ്മജ്ഞാനത്തിൽ നിന്നും അകറ്റപ്പെടുന്നതാണ്. है। बेलुगाम के होंठ അതിൽ നിന്നും लताइफ के चश्मे നല്ലതും പരിശുദ്ധവുമായ കാര്യങ്ങൾ വരുന്നതല്ല, से उसे अच्छी അവൻ അത് നഷ്ടപ്പെടുന്നതാണ്. मरूम हो जाता കോപവും തത്വജ്ഞാനവും ഒരുമിക്കുകയില്ല. है। वो दोनों जमा नहीं हो കോപാവേശം കാണിക്കുന്നവന്റെ ബുദ്ധി ശുഷ്കവും വക്രതയുള്ളതുമാണ്. ഒരു മേഖലയിലും അവന് വിജയമോ സഹായമോ നൽകപ്പെടുകയില്ല. കോപം അർദ്ധഭ്രാന്താണ്. ഇത് കൂടുതൽ ആവശ്യിക്കുമ്പോൾ അത് പൂർണ്ണ ഭ്രാന്തായി മാറാവുന്നതാണ്. വീണ്ടും പറയുന്നു, निस्फ जुनून है। जब ये ज्यादा
भड़क മനുഷ്യനെ ഭ്രാന്തിലേക്ക് നയിക്കുന്ന രണ്ട് കഴിവുകളുണ്ട്. क्या फरमाते हैं ഒന്ന് ദുർഭാവന, वो तो इंसान को മറ്റൊന്ന് അധികമായ കോപം. हैं यानी അനാവശ്യമായി മനുഷ്യൻ बनाती हैं. ദുർഭാവന വെച്ചു പുലർത്തുമ്പോൾ ഭ്രാന്തിന്റെ അവസ്ഥ ഉണ്ടായിത്തീരുന്നു. जब अफराद तक पहुंच जाए, जब जरूर से ज्यादा ആയതിനാൽ इंसान इसी सोचों में पड़ा മനുഷ്യൻ ദുർഭാവനയിൽ നിന്നും കോപത്തിൽ നിന്നും വിട്ടുനിൽക്കേണ്ടതാണ്. तो फिर पागलपनी की कैफियत हो जाती है. ഒരു വിശ്വാസിയെ പ്രശംസിച്ചുകൊണ്ട് അങ്ങ് പറയുന്നു, और गजब ഒരു വിശ്വാസി അങ്ങനെയായിരിക്കേണ്ടതാണ്. ഒരവസ്ഥയിലും അവൻ मोमिन की ബുദ്ധിയെ കൈവിട്ട് കളയരുത്. फरमाते हैं कि मोमिन को कैसा होना അല്ലാത്ത പക്ഷം പറഞ്ഞതുപോലെ ഭ്രാന്തിന്റെ അവസ്ഥയായിരിക്കും ഉണ്ടാവുക. പറയുന്നു, हाथ से नहीं പുരുഷന്മാർ തങ്ങളുടെ കഴിവുകളെ സന്ദർഭോചിതം ഉപയോഗിക്കേണ്ടതാണ്. पागलपन की कैफियत पैदा ഉദാഹരണത്തിന് കോപം, फरमाते हैं कि मर्द അത് ആവശ്യത്തിലധികമായാൽ अपने को അത് ഭ്രാന്ത് വിളിച്ചു വരുത്തുന്നതാണ്. हलाल मौके पर इस्तेमाल ഭ്രാന്തിലും ഇതിലും വളരെ ചെറിയ വ്യത്യാസമാണുള്ളത്. गजबी है. കഠിനമായി കോപിക്കുന്നവനിൽ നിന്നും യുക്തിജ്ഞാനത്തിന്റെ ഉറവിടം എടുത്തു കളയുന്നതാണ്. और इसमें बहुत थोड़ा എതിരാളിയോട് പോലും കോപകുലനായി സംസാരിക്കരുത്. होता है, उससे हिकमत का चश्मा छीन लिया जाता है. ശേഷം അങ്ങ് വിശ്വാസിയുടെ ഗുണമായി പറഞ്ഞുകൊണ്ട് പറയുന്നു, എങ്ങനെയാണ് കോപത്തെ നിയന്ത്രിക്കേണ്ടത്? കോപത്തെ നിയന്ത്രിച്ചാൽ മാത്രമേ യഥാർത്ഥ വിശ്വാസിയായി അവൻ ഗണിക്കപ്പെടുകയുള്ളൂ. പറയുന്നു, വൽ കാസിമീൻ അൽ ഗൈസ വൽ ആഫീന അനിൻ നാസ്. ये या गुस्से पर जब्त हो तो हकीकी मोमिन कहलाता है. അതായത് माया കോപത്തെ വലിച്ചു കുടിക്കുന്നവനാണ് വിശ്വാസി. अनिन्ना അവൻ ജനങ്ങളുമായി പൊറുമയോടെയും വിട്ടുവീഴ്ചയോടെയും വർത്തിക്കുന്നു. ഇഞ്ചിയിലും പൊറുമയുടെയും വിട്ടുവീഴ്ചയുടെയും അധ്യാപനങ്ങൾ ഉണ്ടെങ്കിലും के साथ അത് अफो और दरगुजर യഹൂദികളിൽ മാത്രം പരിമിതമാണ്. और अगर इंजील മറ്റുള്ളവരോട് ഹദ്റത്ത് ഈസ അലൈഹി ഇസ്ലാം യാതൊരു ബന്ധവും വെച്ചിട്ടില്ല. से इंजील में വളരെ വ്യക്തമായി പറയുകയുണ്ടായി, ബനി ഇസ്രായേലിൽപ്പെട്ടവരോടല്ലാതെ മറ്റുള്ളവരുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന്. वास्ता नहीं रहा. അവർ മുങ്ങിപ്പോയാലും മോക്ഷം ലഭിച്ചാലും ശരി. बजूज बनी ആയതിനാൽ दूसरों से कुछ गरज नहीं. ഈസാ നബിയുടെ പൊറുമ खा निजात पावे. അത് ബനി ഇസ്രായേലിന്റെ ഉള്ളിൽ മാത്രം പരിമിതമായിരുന്നു. हज़रत मसीह का अफो और എന്നാൽ അത് മസീമൂദ് അലൈഹി സ്വലാത്തു വസ്സലാം മസീഹ് മുഹമ്മദിയായി വന്നപ്പോൾ അദ്ദേഹത്തിന്റെ പൊറുമയുടെ വൃത്തം ഭൂമി മുഴുവനും വ്യാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നാമും നമ്മുടെ പൊറുമയും വിട്ടുവീഴ്ചയും വിശാലമാക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യകതയുണ്ട്. इसलिए हमें भी അള്ളാഹുവിന്റെ വെളിച്ചത്തിൽ നിന്നും അനുഗ്രഹം നേടണമെങ്കിൽ ഈ നിലവാരം നേടാനാണ് നാം ശ്രമിക്കേണ്ടത്. ये है वो माया ക്ഷമ, ധൈര്യം, जो हमें हासिल വിട്ടുവീഴ്ച करनी चाहिए. अगर अल्लाह ताला के नूर എന്നീ ഗുണങ്ങൾ നമ്മിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. तो सब्र നമ്മുടെ വായിൽ നിന്നും ദിവ്യജ്ഞാനവും യുക്തിജ്ഞാനവും നിർഗളിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ജനം നമ്മെ ശ്രദ്ധിക്കണമെന്നുണ്ടെങ്കിൽ, कि हमारे मुंह से നാം അത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മിഷനെ മുന്നോട്ട് നയിക്കുന്നവരാകണമെങ്കിൽ, लोग हमारी നാം കുടുംബത്തിലെ ദൈനംദിന ജീവിതത്തിൽ കാഠിന്യവും ക്രോധപരവുമായ രീതി അവലംബിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കേണ്ടി വരും. अपने घरेलू और रोजमर्रा के നാം നമ്മുടെ ബുദ്ധിപരമായ കഴിവുകളും सख्ती और गजब നശിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ലെങ്കിൽ, होगा. ദുർഭാവനയിൽ നിന്നും കോപത്തിൽ നിന്നും സ്വയം വിട്ടുനിൽക്കേണ്ടി വരും. और इस्तेदादों को യഥാർത്ഥ വിശ്വാസിയാകണമെന്ന് നാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, तो बजनी നമ്മുടെ കഴിവുകളെ സമയോചിതവും സന്ദർഭോചിതവുമായ നിലയിൽ നിർവഹിക്കേണ്ടതാണ്. ये हकीकी मोमिन बने കോപാവസ്ഥ ഉണ്ടായാൽ തന്നെയും ഭ്രാന്തമായ ഒരവസ്ഥയാവാൻ അത് പാടില്ല. മറിച്ച് और मुनासिब रंग പരിഷ്കരണത്തിൽ മാത്രം ഒതുക്കി നിർത്തേണ്ടതാണ്. की कैफियत अगर पैदा भी हो तो जुनूनी होकर नहीं होनी चाहिए, बल्कि കോപവും അനിയന്ത്രിതമായ വികാരാവേശവും हद तक होनी चाहिए. മനുഷ്യനെ ഭ്രാന്തനാക്കി മാറ്റുന്നു. ആയതിനാൽ ഇതിലൊരു ബാലൻസ് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. तमाम जज्बात का इजहार ദേഷ്യമുണ്ടെങ്കിൽ തന്നെ जुनूनी बना देते हैं. ഞാൻ പറഞ്ഞതുപോലെ बस പരിഷ്കരണാർത്ഥം മാത്രം ദേഷ്യപ്പെടുക. തന്റെ ഈഗയെ തൃപ്തിപ്പെടുത്താനല്ല, തന്റെ വലുപ്പത്വം കാണിക്കാനുമല്ല. जहाँ इस्लाह की जरूरत ഹുസൂർ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ആരാണോ ഇതിൽ കൂടുതൽ കോപം പ്രകടിപ്പിക്കുന്നത് അവൻ തന്റെ ഈമാൻ പാഴാക്കുകയാണ്. പറയുന്നു, ഉന്നത ധാർമ്മിക ഗുണങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് കോപത്തെ അടക്കുകയും വിട്ടുവീഴ്ച ചെയ്യുകയും ചെയ്യുന്നതിലാണ് ഇസ്ലാമിന്റെ സൗന്ദര്യം അടങ്ങിയിരിക്കുന്നത്. इस्लाम की खूबसूरती यही है कि आला अखलाक की तरफ ആയതിനാൽ ഈ സ്വഭാവ ഗുണം ഓരോരുത്തരും അവലംബിക്കേണ്ടതാണ്.
എന്തെന്നാൽ ഇത് കൂടാതെ യഥാർത്ഥ വിശ്വാസിയാവുക പ്രയാസമാണ്. ये खुल्क हर एक को अपनाने की ഹദ്റത്ത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. हकीकी मोमिन बनना मुश्किल വിവിധ ലിഖിതങ്ങളിലും നിർദ്ദേശങ്ങളിലും പറഞ്ഞിട്ടുണ്ട് വികാരങ്ങളെ നിയന്ത്രിക്കണമെന്ന്. मुतवातर फरमाया है, എന്നാൽ നമ്മുടെ ഉള്ളിൽ കുറവുകളുണ്ട്. रियात और इशादात में फरमाया है, നാം ഇതിൽ പ്രവർത്തിക്കേണ്ട വിധത്തിൽ പ്രവർത്തിക്കുന്നില്ല. काबू में रखना चाहिए, लेकिन हमारे अंदर कमजोरी ഇതിൽ പൊതു അഹമ്മദികളും हम इस पर ഭാരവാഹികളും ഉൾപ്പെടുന്നുണ്ട്. अमल नहीं करते അത്തരം ആൾക്കാർ जिस तरह करना മറ്റുള്ളവർക്ക് തങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, ആത്മനിയന്ത്രണത്തിനെ പറ്റി ഉപദേശിക്കുന്നു. चाहिए। ऐसे लोग പക്ഷെ സത്യവനായിക്കൊണ്ട് വ്യാജനെ പോലെ വിനയം കൈക്കൊള്ളണം എന്നത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അവർ മറന്നുപോകുന്നു. लेकिन खुद इस बात को भूल जाते हैं മാത്രമല്ല कि हज़रत मसीह मौऊद अलैहिस्सलाम ने फरमाया ചിലർ വ്യാജം പറയുന്നവരായി ഇരുന്നിട്ടും तो ज़लूल इख्तियार करो തങ്ങൾ അക്രമം ചെയ്യപ്പെട്ടവരാണെന്ന് സ്ഥാപിക്കാൻ कि बाज तो ചെയ്യുന്നവരുമുണ്ട്. झूठे होकर सच्चे ഈമാനിന്റെ ഒരു അംശം പോലും ഇല്ലാത്തവരാണ് ഇവരെന്ന് गुम साबित करने की कोशिश करते हैं। എന്നാണ് മനസ്സിലാക്കുക. उनके बारे में समझा जाए ഈമാൻ ആവശ്യപ്പെടുന്നത് एक जरा ചെയ്ത തെറ്റ് ബോധ്യമായാൽ വാശി പിടിക്കാതെ ये है താൻ ചെയ്ത അക്രമങ്ങൾ ഇല്ലായ്മ ചെയ്യുക എന്നതാണ്. करने के होश में आने पर वो अपने जुल्म का इजाला करें, ആർക്കെങ്കിലും മാനസിക വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ശ്രമിക്കുന്നു. तो इसका मुदावा करें, ചുരുങ്ങിയ പക്ഷം തന്റെ ഉള്ളിൽ ഖേദവും ലജ്ജയും അനുഭവപ്പെടുന്നു. अपने अंदर ഞാനിത് എന്താണ് ചെയ്തത് എന്ന് ചിന്തിച്ചു പോകുന്നു. शर्मिंदगी महसूस ഇത്തരത്തിൽ क्या किया मैंने, ചിന്തിക്കുന്നവർ നമ്മിൽ എത്ര പേരുണ്ടെന്ന് നാം ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. कि हम അക്രമം പ്രവർത്തിച്ചത് പെട്ടെന്നുള്ള ആവശ്യത്തിന് അടിമപ്പെട്ടുകൊണ്ടാണെങ്കിൽ इस तरह सोचते हैं। ആവേശം തണുത്താൽ ഒരു വിശ്വാസിക്ക് അത് നികത്താൻ ശ്രമിക്കേണ്ടതാണ്. तो जोश का वक्त गुजर जाने पर एक मोमिन ഇത് നികത്താൻ ശ്രമിക്കുന്നില്ലെങ്കിൽ, ദുഃഖവും ലജ്ജയും തോന്നുന്നില്ലെങ്കിൽ, अगर ये എല്ലാ അവസ്ഥകൾക്കു ശേഷവും ഒരു സ്വാധീനവും ഉണ്ടാകുന്നില്ലെങ്കിൽ, नहीं करते, ഇത് ഹസരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം हालात गुजर जाते हैं और फिर भी असल में യഥാർത്ഥ ഈമാനല്ല, तो फिर जैसे ഇത് കാണിക്കാൻ വേണ്ടിയുള്ള ഈമാനാണ് हकीकी ईमान नहीं, എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജലത്തിലെ കുമിളകൾ പോലെയാണത്. पानी के പുറമേ മാത്രമേ വെള്ളമുണ്ടാകൂ, उसके ऊपर पानी ഉള്ളിൽ മുഴുവൻ കാറ്റായിരിക്കും. और अंदर सिर्फ हवा है। അത് മുഴുവനും ജലമായിരുന്നെങ്കിൽ ജലാവസ്ഥയിൽ തന്നെ അതായിത്തീരുന്നതാണ്. അതിൽ വായു ഉണ്ടാകുമായിരുന്നില്ല. बस जैसा कि मैंने कहा, അതിനാൽ ഞാൻ പറഞ്ഞതുപോലെ अपने जायजे लेने നാം സ്വയം ഒരാത്മപരിശോധന നടത്തേണ്ടതുണ്ട്. നാം എത്ര പ്രാവശ്യം അക്രമത്തിന് വിധേയനായിട്ടുണ്ടെങ്കിൽ തന്നെ तो हमने बर्दाश्त ഇതെല്ലാം സഹിക്കുന്നുണ്ട് എന്ന് നോക്കേണ്ടതാണ്. और मखजूबुल गज़ब होकर जवाब नहीं दिया। കോപാവേശത്തോടെ മറുപടി പറയാത്തതായി എത്രയുണ്ട് എന്ന് നോക്കേണ്ടതാണ്. ഇനി ഭാരവാഹികളാണെങ്കിൽ മറ്റുള്ളവർ അക്രമം ചെയ്യുകയും कि दूसरे ने അതിനെ വകവെക്കാതെ അവർ നീതിയോടെ വർത്തിക്കുകയും ചെയ്തുകൊണ്ട് തീരുമാനം കൽപ്പിക്കുകയും അങ്ങനെ ചെയ്ത സംഭവങ്ങൾ എത്രയുണ്ട് എന്ന് നോക്കേണ്ടതാണ്. ശക്തനായ ഒരുത്തനെ കണ്ടിട്ട് മറുപടി വരാതിരിക്കുകയും का मुकाबला हो और जवाब न दिया हो, ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിനല്ല ക്ഷമ എന്ന് പറയുന്നത്. उनकी बर्दाश्त ये है ശിക്ഷിക്കാൻ കഴിവുണ്ടായിരുന്നിട്ടും ശിക്ഷ നൽകാതിരിക്കുന്നതിനാണ് ക്ഷമ എന്ന് പറയുന്നത്. ഇവിടെ ഒരു കാര്യം കൂടി വ്യക്തമാക്കട്ടെ. ജമാഅത്ത് വ്യവസ്ഥിതി നീതിയോടുകൂടി വർത്തിച്ചുകൊണ്ട് ആരെയെങ്കിലും ശിക്ഷിക്കാനോ അച്ചടക്ക നടപടി കൈക്കൊള്ളാനോ അപേക്ഷിക്കുമ്പോൾ അത് ഈ ഗണത്തിൽപ്പെടുന്നതല്ല. കാരണം ഇവിടെ ആരെങ്കിലും അവരുടെ തെറ്റ് കാരണം ശിക്ഷിക്കുമ്പോൾ ഇത്തരത്തിലുള്ള വിട്ടുവീഴ്ചകൾ പാപമായി തീരുന്നതാണ്. ആരെങ്കിലും തന്റെ കാര്യങ്ങളിൽ കൈകടത്തുകയോ അക്രമം പ്രവർത്തിക്കുകയോ ആണെങ്കിൽ ഭരണാധികാരിയോ वो गुनाह बन जाता കാസിയോ ശിക്ഷിക്കുന്നു. है। अगर कोई अपने मामलात में കുട്ടികളെ മാതാപിതാക്കളോ जुल्म का അധ്യാപകരോ ശിക്ഷിക്കുന്നത് പോലെ तो हाकिम या काजी सजा देता है, जिस तरह बच्चों को माँ बाप या उस्ताद सजा देते ഏതെങ്കിലും കുറ്റകൃത്യത്തിന് हैं। ये सजा ആർക്കെങ്കിലും ശിക്ഷ ലഭിക്കുന്നത് किसी जुर्म में അവർ ശരീഅത്തിനെ ധിക്കരിച്ചതുകൊണ്ടാണ്, इसलिए അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അവകാശങ്ങളെ मानी की കവർന്നതുകൊണ്ടാണ്. दूसरों के हकूक तलफ किए। ഒരു കാര്യം വളരെ പ്രധാനമായും വ്യക്തമാക്കുകയാണ്. ചിലർ അക്രമം പ്രവർത്തിക്കുന്നു, बाद लोग ज्यादती भी करते हैं, शरीयत के कवानीन की पाबंदी भी नहीं करते, ശരീഅത്ത് നിയമങ്ങൾ അനുസരിക്കുന്നുമല്ല. वो सब करते हैं।
മറ്റുള്ളവരുടെ അവകാശങ്ങളെ കവരുകയും ചെയ്യുന്നു. എന്നിട്ട് ജമാഅത്ത് വ്യവസ്ഥിതി അവരെ ശിക്ഷിക്കുമ്പോൾ എന്റെ ഈ വാക്കുകൾ കേട്ടുകൊണ്ട് മുമ്പ് ഞാൻ പല പ്രാവശ്യവും ഇതിനെക്കുറിച്ച് പറഞ്ഞതാണ്, എനിക്ക് എഴുതാൻ തുടങ്ങുന്നു എന്ന് ഇപ്പോൾ തന്നെ എഴുതാൻ പോകുന്നവരുമുണ്ടാകാം. താങ്കൾ പുറത്തു കൊടുക്കലിനെയും വിട്ടുവീഴ്ചയും പറ്റിയ ഖുത്ബ കൊടുത്തതാണല്ലോ, ഞങ്ങളോടും അതുപോലെ പ്രവർത്തിച്ചാലും ഞങ്ങൾക്ക് മാപ്പ് നൽകിയാലും. ഇത് സംബന്ധിച്ച് മുമ്പും പലവട്ടം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. എനിക്ക് ആരോടും വ്യക്തിപരമായ ഒരു ശത്രുതയുമില്ല. ചിലർ എനിക്ക് അസഭ്യം നിറഞ്ഞ കത്തുകളും എഴുതാറുണ്ട്. അവരോട് പോലും ഞാൻ ഒരിക്കലും മനസ്സിൽ ദേഷ്യം വെച്ചിട്ടില്ല, ദേഷ്യത്താൽ വിരളി പിടിച്ചിട്ടുമില്ല. ഇത്തരം ആൾക്കാർ പേരെഴുതാതെ കള്ളപ്പേരിലാണ് കത്തെഴുതാറ്. ഇനി അവർ സ്വന്തം പേരിൽ എഴുതുകയാണെങ്കിൽ തന്നെയും ഞാൻ ഉറപ്പു തരികയാണ്, ഇക്കാര്യത്തിൽ നിങ്ങൾക്കെതിരെ ഒരു നടപടിയും ഉണ്ടാകുന്നതല്ല. നിങ്ങൾ എത്ര വേണമെങ്കിലും തെറി പറഞ്ഞുകൊള്ളൂ, അവരുടെ സഹതാപം തീർച്ചയായും ഉണ്ട്. എനിക്ക് കൂടുതൽ ഇസ്തിഗ്ഫാർ ചെയ്യാൻ ഇതുമൂലം സാധിക്കുന്നു. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രയോജനപ്രദവുമാണ്. ശിക്ഷ നൽകുകയോ അച്ചടക്ക നടപടിയോ എടുക്കുന്നത് ശരീഅത്തിനെ ധിക്കരിക്കുന്ന വേളയിലാണ്. വളരെ മനോവേദനയോടെയാണ് ശിക്ഷ നൽകുന്നത്, സന്തോഷത്തോടെയല്ല. നസാറത്ത് ഉമ്മുറാമയിൽ നിന്നും ആർക്കെങ്കിലും വേണ്ടി മാപ്പിന് ശുപാർശ ചെയ്തുകൊണ്ടുള്ള കത്ത് വരുമ്പോൾ ആ വ്യക്തി ചെയ്ത തെറ്റ് അദ്ദേഹം അതിൽ നിന്ന് വിട്ടുനിന്ന് എന്നറിയുമ്പോൾ ആ ദിവസം എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ്. അതിനാൽ എന്റെ ചുമതലകളും എന്റെ കൈകളും ബന്ധിപ്പിച്ചിരിക്കുന്നിടത്ത് എന്ന് നിങ്ങൾ നിർബന്ധിക്കരുത്. ഞാനൊരു കാര്യം പറയാം. രണ്ടു കൂട്ടരും തങ്ങളുടെ കേസുകൾ ഖസായിൽ കൊണ്ടുവരുമ്പോൾ ഖസായോ ജമാഅത്ത് വ്യവസ്ഥിതിയോ സംഭവങ്ങളുടെ വെളിച്ചത്തിൽ തീരുമാനമെടുക്കുമ്പോൾ ഒരു പാർട്ടിയെ അവകാശം നൽകാൻ ചുമതലപ്പെടുത്തുമ്പോൾ, അതായത് ഇന്ന സമയത്തിനുള്ളിൽ ഇത്ര പണം നൽകണം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ മറ്റു വല്ല കടമയും പൂർത്തിയാക്കണമെന്ന് പറയുമ്പോൾ, പണം ലഭിക്കേണ്ട അവകാശം കിട്ടേണ്ടുന്ന പാർട്ടി മറ്റേ പാർട്ടിയുടെ സാമ്പത്തികാവസ്ഥ പരിഗണിച്ചുകൊണ്ട് അവർക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ വല്ലതുമുണ്ടെങ്കിൽ കൂടുതൽ സൗകര്യങ്ങൾ നൽകേണ്ടതാണ്. അവിടെ വാശി പിടിക്കരുത്. ഇതാണ് അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും കൽപ്പന. അകാരണമായി ഈഗോക്ക് അടിമപ്പെട്ടുകൊണ്ട് അക്രമം പ്രവർത്തിക്കരുത്. എന്തായാലും നാം എല്ലായ്പ്പോഴും അള്ളാഹുവിനോട് നന്ദിയുള്ളവരായി തീരേണ്ടതാണ്. മസീഹ് എന്ന് നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ള വ്യക്തിയെ പിൻപറ്റുന്നവരാണ് നാം എന്ന് ചിന്തിക്കേണ്ടതാണ്. അങ്ങേ മസീമോദ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നത് നാം നമ്മുടെ ചിന്തയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. മറ്റു പ്രവാചകരിൽ നിന്ന് മസീഹിനെ, ഈസാ നബി അലൈഹി സ്വലാമിനെ വ്യതിരിക്തമാക്കുന്ന സംഗതി എന്താണ്? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ഗുണങ്ങളിലും മഹത്വത്തിലും മറ്റെല്ലാ പ്രവാചകന്മാരെക്കാളും മികച്ചു നിൽക്കുന്നു എന്നതിൽ സംശയമില്ല. അങ്ങയുടേത് മിറാജ് വരെ എത്തിയിരിക്കുകയാണ്. അങ്ങ് പരിപൂർണ മനുഷ്യനും അങ്ങയുടെ ശരീഅത്ത് പരിപൂർണ ശരീഅത്തുമാണ്. പക്ഷെ അങ്ങയെ കൂടാതെ മറ്റെല്ലാ പ്രവാചകരിലും എന്തെങ്കിലും കാര്യം മറ്റുള്ളവരിൽ നിന്ന് വ്യതിരിക്തമായിരിക്കുന്നതായി കാണാം. ആയതിനാൽ ഈസാ നബിയുടെ സവിശേഷമായ സംഗതി അദ്ദേഹത്തോടുള്ള സാദൃശ്യം മൂലം മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാമിലും അത് ഉണ്ടാകുന്നതാണ്. ഇതിന്റെ വിശദീകരണം ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു നൽകിയിരിക്കുന്നത് വളരെ ഹൃദയസ്പർശിയാണ്. ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ സവിശേഷത സഹനത്തിൽ അധിഷ്ഠിതമായ അധ്യാപനങ്ങളാണ്. എത്രത്തോളം എന്നാൽ ഈസാ നബി അലൈഹി ഇസ്ലാം ഉത്ബോധിപ്പിക്കുകയുണ്ടായി, ദുഷ്ടനെ എതിർക്കരുത്. ആരെങ്കിലും നിന്റെ വലത് കർണത്തടിച്ചാൽ ഇടതു കർണവും അവന് മുന്നിൽ നീട്ടുക. നിന്നോട് വ്യവഹരിച്ച് നിന്റെ വസ്ത്രം എടുക്കാൻ ഇച്ഛിക്കുന്നവന് നീ നിന്റെ പുതപ്പും വിട്ടുകൊടുക്കുക. ഒരുത്തൻ നിന്നെ ഒരു നാഴിക വഴി പോകുവാൻ നിർബന്ധിച്ചാൽ
രണ്ടും അവനോട് കൂടെ പോക. तू चोगा भी उसे लेने दे. എല്ലാ നബിമാരും സഹനത്തിന്റെ അധ്യാപനങ്ങളാണ് നൽകിയത്. എന്നാൽ ഈസാ നബി അലൈഹി സ്വലാം തന്റെ കാലത്തെ അവസ്ഥയെ കണ്ടുകൊണ്ട് बस बेशक तमाम अंबिया ने नरमी की तालीम दी है. സഹനത്തിൽ ഒരുപാട് ഊന്നൽ നൽകുകയുണ്ടായി. अपने जमाने के हालात ഈ ഒരു സവിശേഷ അധ്യാപനമാണ് ഈസാ നബി അലൈഹി സ്വലാം കൊണ്ടുവന്നത്. को देखते हुए അള്ളാഹു വാഗ്ദത്ത മസീഹിന്റെ പേര് മസീഹ് ഈസ എന്ന് വെച്ചപ്പോൾ, അല്ലെങ്കിൽ ഈസാ നബിയോട് സാദൃശ്യപ്പെടുത്തിയപ്പോൾ, जब अल्लाह ताला ने വാഗ്ദത്ത മസീഹ് അലൈഹി സ്വലാമും സഹനത്തിന്റെ അധ്യാപനം നൽകാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഉദ്ദേശിക്കപ്പെടുന്നത്. तो इसका ये भी मतलब है ക്രിസ്ത്യാനികളുടെ ഹിദായത്തിനായി വന്നതുകൊണ്ടാണ് അങ്ങ് മസീഹ് എന്ന് വിളിക്കപ്പെട്ടത് എന്നതും ശരിയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങ് മസീഹ് എന്ന് വിളിക്കപ്പെട്ടു. कि आप മറ്റു സമുദായങ്ങളിലേക്കും നിയോഗിക്കപ്പെട്ടയാളാണ് അദ്ദേഹമെങ്കിലും इस लिहाज से मसीह के ഹിന്ദുക്കൾക്ക് നിയോഗിക്കപ്പെട്ടതിനാൽ അങ്ങയുടെ പേർ കൃഷ്ണൻ എന്ന് വെക്കുകയുണ്ടായി. അതുപോലെ തന്നെ മുസ്ലിങ്ങൾക്കും ലോകത്തിലെ എല്ലാ സമുദായത്തിലേക്കും कृष्ण भी रखा गया. നിയോഗിക്കപ്പെട്ട വ്യക്തിയാണ് അത് മസീഹ് സ്വലാത്തു വസ്സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുധാവത്തിലും പ്രാതിനിധ്യത്തിലുമാണ് അദ്ദേഹം വന്നത്. എന്തായാലും മസീഹ് എന്ന പേരിലാണ് ഊന്നൽ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമും സഹനത്തിന്റെ അധ്യാപനങ്ങളാണ് കൂടുതലും നൽകിയിട്ടുള്ളത്. കാഠിന്യത്തെ അകറ്റാൻ അങ്ങ് ഉപദേശിക്കുകയുണ്ടായി. അങ്ങയുടെ പറയുന്നു, നിങ്ങളുടെ അസ്തിത്വത്തിൽ പരിപൂർണമായ ഒരു വിപ്ലവം ഉണ്ടായിത്തീരണമെന്നാണ് അള്ളാഹു ആഗ്രഹിക്കുന്നത്. അവൻ നിങ്ങളിൽ നിന്ന് ഒരു മരണം ആഗ്രഹിക്കുന്നു. അതിനുശേഷം അവൻ നിങ്ങളെ ജീവിപ്പിക്കുന്നതാണ്. നിങ്ങൾ പരസ്പരം എത്രയും വേഗം രഞ്ജിപ്പിലെത്തുക. തന്റെ സഹോദരന്മാരുടെ കുറ്റങ്ങൾ പുറത്തു കൊടുക്കുക. എന്തെന്നാൽ തന്റെ സഹോദരനുമായി जल सुलह करो और अपने भाइयों के गुनाह बख्शो, क्योंकि शरीर वो രഞ്ജിപ്പുണ്ടാക്കാൻ തയ്യാറല്ലാത്തവൻ അവൻ ദുഷ്ടനാണ്. അവൻ മുറിച്ചു മാറ്റപ്പെടുന്നതാണ്. കാരണം അവൻ ഭിന്നിപ്പുണ്ടാക്കുകയാണ്. जो अपने भाई നിങ്ങൾ ദേഹേച്ഛകളെ എല്ലാ നിലയിലും ഉപേക്ഷിക്കുക. को काटा जाएगा. പരസ്പരമുള്ള പരിഭവങ്ങൾ വിട്ടുകളയുക. സത്യവാനായിക്കൊണ്ട് വ്യാജനെ പോലെ താഴ്മ കൈക്കൊള്ളുക. നിങ്ങൾ പൊറുക്കപ്പെടുന്നതിനു വേണ്ടി बाहमी ദേഹേച്ഛകളുടെ കൊഴുപ്പിനെ ഉപേക്ഷിക്കുക. और सच्चे നിങ്ങൾ പ്രവേശിച്ചിട്ടുള്ള കവാടത്തിലൂടെ ഒരു ദേഹേച്ഛയാൽ തടിച്ചുകൊയ്ത്തവന് പ്രവേശിക്കാനാവില്ല. हो जाओ. नफसानियत की तरफ ഈ സവിശേഷതയെ നാം മുന്നിൽ വെക്കുന്നില്ലെങ്കിൽ इस दरवाजे से तुम बुलाए गए നാം ലോകത്തെ उसमें से വഞ്ചിക്കുന്നു എന്നർത്ഥം. नहीं हो सकता. നാം സ്വയം ഈ അധ്യാപനത്തെ പ്രവർത്തന പദത്തിൽ കൊണ്ടുവരുന്നില്ലെങ്കിൽ മറ്റുള്ളവരെ ഇതിലേക്ക് വിളിക്കാൻ എന്ത് അവകാശമാണുള്ളത്? धोखा देते हैं. ആയതിനാൽ നാം ഒരുപാട് നന്നാവേണ്ടതുണ്ട്. നാം നമ്മുടെ വികാരങ്ങളെ പൂർണ്ണമായും നിയന്ത്രിക്കുന്നവരാവണം. ഈ ഒരു മാതൃകയാണ് നാം ലോകത്തിനു മുമ്പാകെ സമർപ്പിക്കേണ്ടതും. हम वो नमूना दुनिया के सामने पेश करने की जरूरत है. അയർലൻഡിലെ പള്ളി ഉദ്ഘാടന വേളയിലും ഞാൻ പറഞ്ഞിരുന്നു, अपने നാം തബ്ലീഗ് ചെയ്യുമ്പോൾ അവർ ചോദിക്കും, पूरा काबू पा लिया. മറ്റു മുസ്ലിങ്ങളെ പറ്റി നിങ്ങൾ പറയുന്നു അവർ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിശ്വസിച്ചിട്ടില്ല, जब हम तबलीग करेंगे तो लोग पूछेंगे അതുകൊണ്ടാണ് അവർക്ക് ഹിദായത്ത് ഇല്ലാത്തത് എന്നൊക്കെ. मुसलमानों के बारे എന്നാൽ നിങ്ങൾ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിശ്വസിച്ചവരാണല്ലോ. में मौत को नहीं मानना. നിങ്ങൾ എന്ത് വിപ്ലവമാണ് നിങ്ങളുടെ ആത്മാവിൽ സംജാതമാക്കിയത്? ആയതിനാൽ നമ്മുടെ മാതൃക നമ്മുടെ അധ്യാപനങ്ങൾക്ക് അനുസൃതമായതാവണം. पैदा किया है. बस മറ്റു മതക്കാർ हमारी എല്ലാവരും നിലവാരം കുറഞ്ഞ സ്വഭാവ ഗുണങ്ങളുള്ളവരല്ല. ചിന്തിക്കുക, दूसरे എല്ലാ ക്രിസ്ത്യാനികളും എല്ലാ ഹിന്ദുക്കളും അല്ലെങ്കിൽ മറ്റെല്ലാ മതക്കാരും മതത്തിൽ വിശ്വസിക്കാത്തവരും അവരെന്താ എപ്പോഴും കലഹിച്ചുകൊണ്ടിരിക്കുകയാണോ? അല്ല, हिंदू या तमाम സമാധാനകാംക്ഷികളായ ഒരുപാട് പേർ ഇവരിലുമുണ്ട്. लड़ते रहते हैं. നീതിബോധമുള്ളവരുമുണ്ട്. നമ്മളിലെ ചിലർ സമാധാനകാംക്ഷികളും ചിലർ കലഹമുണ്ടാക്കുന്നവരും മ്ലേച്ഛമായ പ്രവർത്തികൾ ചെയ്യുന്നവരുമാണെങ്കിൽ ഞങ്ങളും മറ്റുള്ളവരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? या इखलाक से ഈ അധ്യാപനത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് करने वाले കലഹങ്ങളും കുഴപ്പങ്ങളും നമ്മിൽ നിന്ന് തീർത്തും ഇല്ലാതായി പോകുമ്പോഴാണ് വ്യതിരിക്തത ഉണ്ടാകുന്നത്. इम्तियाज तो तब ചുരുങ്ങിയ പക്ഷം മറ്റുള്ളവർക്ക് കാണാൻ പറ്റാത്ത വിധത്തിൽ കുറവുണ്ടാവുമ്പോഴാണ്. झगड़े फसाद की आदत हम में से ഇങ്ങനെ ഫസാദ് ഉണ്ടാക്കുന്നവർ या कम से कम ഉണ്ടെങ്കിൽ തന്നെ അവരെ നാം പൂർണ്ണമായും വെറുപ്പോടെയാണ് നോക്കിക്കാണുന്നത്. തിന്മയെ ഇല്ലായ്മ ചെയ്യുന്നതിന് हों भी ऐसे നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു നിർദ്ദേശമുണ്ട്. पूरी तरह कराहत करने वाले हों. അതായത് ഒരു തിന്മ കണ്ടാൽ आने के लिए
കഴിവുണ്ടെങ്കിൽ അതിനെ തന്റെ കൈകൾ കൊണ്ട് അവസാനിപ്പിക്കുക. കൈകൾ കൊണ്ട് അവസാനിപ്പിക്കാൻ സാധിച്ചില്ലെങ്കിൽ നാവ് കൊണ്ട് അതിനെ തടയുക. അതിനു കഴിഞ്ഞില്ലെങ്കിൽ മനസ്സിൽ അതിനെ വെറുക്കുക. ആയതിനാൽ അഹമ്മദിയ സമൂഹത്തിലും തെറ്റായ പ്രവർത്തനങ്ങളെയും ദുസ്വഭാവങ്ങളെയും വെറുക്കാനും അതിനെ തടയാനുമുള്ള ബോധമുണ്ടായിരിക്കണം. ക്രമത്തിൽ പറയുകയാണെങ്കിൽ തടയാനും മനസ്സിലാക്കി കൊടുക്കാനും അത് അവസാനിപ്പിക്കാനുമുള്ള ചിന്തയും ഉണ്ടായിരിക്കണം. മനസ്സുകൊണ്ട് വെറുക്കുകയും വേണം. എല്ലാവർക്കും ഈ ഒരു ബോധമുണ്ടായാൽ കുറച്ചു പേർക്ക് ധാർമ്മികമായ ഇടിവ് സംഭവിക്കുകയില്ല. ഓരോരുത്തരും തങ്ങളുടെ നിലവാരം ഉയർത്താനുള്ള ശ്രമം നടത്തുന്നതാണ്. ഒരു അക്രമിയെയും നാം സഹായിക്കാൻ പാടില്ല. അള്ളാഹുവും അവന്റെ റസൂലും നമുക്ക് ഇക്കാര്യത്തിൽ തന്നിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളെ നാം അവലംബിക്കേണ്ടതാണ്. അക്കാര്യങ്ങളിലാണ് ഈ കാലഘട്ടത്തിൽ ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഊന്നൽ നൽകിയിരിക്കുന്നത്. നാം പൊറുക്കലും സഹനവും വിട്ടുവീഴ്ചയും സ്നേഹവും മുഖേന പ്രവർത്തിക്കേണ്ടതാണ്. ആരെയെങ്കിലും അക്രമം ചെയ്യുന്നതായി കണ്ടാൽ മനസ്സിലാക്കിക്കൊള്ളുക, അവൻ ആക്രമിക്കപ്പെട്ടവനെയല്ല, മറിച്ച് തന്നെയാണ് ആക്രമിച്ചിരിക്കുന്നത്. അതിലുമുപരിയായി ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനു മേലാണ് അക്രമം ചെയ്തിരിക്കുന്നത് എന്ന്. എന്തെന്നാൽ എന്തൊരു കാര്യത്തിനാണോ ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ആഗതരായത് അതിനെ അവൻ നിന്ദിച്ചിരിക്കുകയാണ്. ഇങ്ങനെയുള്ള അക്രമികളെ തടയുക എന്നത് നമ്മുടെ ജോലിയാണ്. കൈകൊണ്ട് തടയാനായില്ലെങ്കിൽ നാവ് കൊണ്ട് തടയുക. മനസ്സിൽ അതിനെ വെറുക്കുക. അക്രമം ചെയ്യപ്പെട്ടവന് അക്രമിയിൽ നിന്നും രക്ഷ കിട്ടാൻ വേണ്ടി ദുആ ചെയ്യുക. ആയതിനാൽ ഈ പ്രവർത്തികളെ നാം ചീത്തയായി മനസ്സിലാക്കുമ്പോൾ, നമ്മുടെ സമൂഹം ഇവയെ ചീത്തയാണെന്ന് ഗണിക്കുമ്പോൾ സ്വയം തന്നെ ഈ അക്രമങ്ങൾ അവസാനിക്കുന്നതായിരിക്കും. എന്നാൽ കാണാൻ സാധിക്കുന്നത് ചിലപ്പോൾ അക്രമങ്ങളിൽ മാതാപിതാക്കളും സഹോദരി സഹോദരന്മാരും ഉൾപ്പെടുന്നതായാണ്. പ്രത്യേകിച്ചും കുടുംബ പ്രശ്നങ്ങളിൽ. ഇവർ മാത്രമല്ല, സൗഹൃദത്തിന്റെ പേരിൽ മറ്റുള്ളവരും ഇതിൽ ഉൾപ്പെടുന്നു. മനസ്സിലാക്കുകയായിരുന്നു എന്നാൽ അവർ ചെയ്യേണ്ടിയിരുന്നത്. അതിനാൽ ഈ അക്രമങ്ങൾ ഉൾപ്പെടുന്നതിനു പകരം ആക്രമിക്കപ്പെട്ടവനെ സംബന്ധിച്ചിടത്തോളം ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമാണ് ആക്രമിക്കപ്പെട്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഇങ്ങനെയായാൽ നമ്മുടെ സമൂഹം ഏതു രൂപത്തിലായിരിക്കും അവ ശരിയായി തീരുക എന്ന് നിങ്ങൾക്ക് നോക്കിക്കാണാവുന്നതാണ്. നമ്മുടെ ഈ സമീപനവും പ്രവർത്തനങ്ങളും അത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈ ലക്ഷ്യത്തെ പൂർത്തിയാക്കി മാറുന്നതാണ്. നാം ഇബാദത്തോടൊപ്പം ഉന്നത ധാർമ്മിക ഗുണങ്ങൾ നിലനിർത്തുന്നവരും ആയി തീരാൻ അള്ളാഹു സഹായിക്കുമാറാകട്ടെ. കലഹങ്ങളിലും കുഴപ്പങ്ങളിലും അകപ്പെട്ട് മസീഹുദിനെ അപമാനിക്കുന്നവരല്ല. എല്ലാവിധ ദേഹേച്ഛകളിൽ നിന്നും അള്ളാഹു നമ്മെ രക്ഷിക്കുമാറാകട്ടെ. എന്നും ജുമാ നമസ്കാരത്തിന് ശേഷം ഒരു ജനാസ ഹാസിർ നമസ്കരിപ്പിക്കുന്നതായിരിക്കും. ആസിയ ബീഗം സാഹിബയുടേതാണ് ആ ജനാസ. ചൌധരി അബ്ദുറഹ്മാൻ സാഹിബിന്റെ ഭാര്യയാണ്. ഒക്ടോബർ 3, 2014 69ാമത്തെ വയസ്സിൽ അവർ വഫാത്തായി. ഇന്നലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സഹാബി അഹമ്മദിയാർ സാഹിബിന്റെ പൗത്രിയാണ് ഇവർ. നമസ്കാരം, നോമ്പ്, തജ്വീദ് നമസ്കാരം എന്നിവ അനുഷ്ഠിക്കുന്നവരായിരുന്നു. ദുആ ചെയ്യുന്നവരും ഒരുപാട് ദിക്ർ ചെയ്യുന്നവരും ക്ഷമയും നന്ദി കാണിക്കുന്നവരും ചന്ത സ്ഥിരമായി നൽകിയിരുന്നവരായിരുന്നു. 1978 ഇവരുടെ ഭർത്താവിനെ ശത്രുക്കൾ കള്ളക്കേസിൽ കുടുക്കിയപ്പോൾ വളരെ ധൈര്യത്തോടെയും ക്ഷമയോടെയുമാണ് ഇവർ ആ കാലം കഴിച്ചുകൂട്ടിയത്. ഇവർ മൂസിയായിരുന്നു. വസിയത്ത് ചെയ്യുന്നതോടൊപ്പം തന്നെ ഹിസ്സ ജായദാദും അവർ അടിച്ചു തീർത്തിരുന്നു. 5 പെൺമക്കളും 2 ആൺമക്കളുമാണുള്ളത്. ഒരു മകൻ ഇഷ്തിയാഖ് അഹമ്മദ് സാഹിബ് മുറബി സിൽസിലയാണ്, പാകിസ്ഥാനിലാണ്. രണ്ടാമത്തെ മകൻ ഇജാസ് റഹ്മാൻ സാഹിബ് ഇവിടെ ഹിഫാസത്ത് ഖാസിലാണ് ജോലി ചെയ്യുന്നത്. അള്ളാഹു മർഹൂമയുടെ ദർജകൾ ഉയർത്തുമാറാകട്ടെ, മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. ഇവരുടെ സന്താനങ്ങൾക്കും ഇവരുടെ നന്മകളിൽ മുന്നേറാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. ഞാൻ പുറത്തുപോയി ജനാദസ്കാരം അനുഷ്ഠിക്കുന്നതായിരിക്കും. ഇവിടെ അവരുടെ സഫുകൾ ശരിയാക്കേണ്ടതാണ് ബാക്കിയുള്ളവരെല്ലാവരും.
पर चलने की तौफीक अता फरमाए। मैं बाहर जाके नमाज जनाजा पढ़ाऊंगा। नमाज के बाद अब आप यहीं मस्जिद में सफ़ें दुरुस्त कर लें। अल्हम्दुलिल्लाह नहमदुहु व नस्तईनुहु व नस्तगफिरुहु व नुमिनु बिही व नतवक्कलु अलैहि व नऊज़ु बिल्लाहि मिन शुरूरि अनफुसिना व मिन सय्यिआति अमालिना। मन यहदिहिल्लाहु फला मुदिल्ल लहु व मन युद्लिल्हु फला हादिय लहु। व नशहदु अन ला इलाहा इल्लल्लाह व नशहदु अन्ना मुहम्मदन अब्दुहु व रसूलुहु। इबादल्लाहि रहिमकुमुल्लाह इन्नल्लाह यअमुरु बिल अदलि वल इहसानि व ईताइ ज़िल क़ुर्बा व यन्हा अनिल फ़हशाइ वल मुनकरि वल बग़य यइज़ुकुम लअल्लकुम तज़क्करून। उज़्कुरुल्लाह यज़्कुरुकुम वदूहु यस्तजिब लकुम वलज़िक्रुल्लाहि अकबर।